അങ്ങനെ സമയം വൈകിട്ട് 7 ആയിരിക്കുന്നു. നമുക്ക് വലയൊന്ന് എടുത്ത് നോക്കണ്ടേ? അട്ടകളെ ഭയന്ന് ഞങ്ങൾ ഗംബൂട്ട്സൊക്കെ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലയെടുക്കുമ്പോൾ ഇതുപോലെ 2 സൈഡിൽ നിന്നും പതിയെ അടുപ്പിച്ചതിന് ശേഷം പതിയെ താഴെ നിന്ന് പൊക്കിയെടുക്കാൻ നോക്കുക. അത്യാവശ്യം മീനുകൾ കുടുങ്ങിയിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ കരയിലേക്ക് കൊണ്ടുപോകാം. കൗണ്ട് ചെയ്ത് വന്നപ്പോൾ 4ഓളം മീനുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കൈതക്കോര ഒഴിച്ച് ബാക്കി ഒന്നും ജീവനില്ല എന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് എടുത്ത് നോക്കാം. ആദ്യമേ തന്നെ ഒരു സിലോപ്പിയ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിലോപ്പിയാണ്. പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സിലോപ്പിയ കിട്ടുന്നത്. അടുത്ത് കിട്ടിയിരിക്കുന്ന ഒരു നാടൻ വരാലാണ്, ഒരു മീഡിയം സൈസുള്ള ഒരു വരാൽ. ഇവൻ്റെ ദേഹത്തെ വഴുക്കൽ കാരണം ഇതിനെ വലയിൽ നിന്ന് ഊരിയെടുക്കുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അങ്ങനെ ഫൈനലി നമ്മൾ അവനെ ഊരിയെടുത്തിരിക്കുന്നു. എടുക്കുന്നതിനിടയിൽ വലയിൽ ഉടക്കി അവൻ്റെ സ്കിന്നൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ടൊരു കൈതക്കോരയാണ്. ഇതിനെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കാരണം ഇതിനെ മുള്ള് കൊണ്ടു കഴിഞ്ഞാൽ കൈയൊക്കെ കീറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു മീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് പല സ്ഥലങ്ങളിലും പല പേരുകളാണ്. ഞങ്ങളുടെ ഇവിടെ പൊതുവേ ഇതിനെ കൈതക്കോര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. 2 കൈതക്കോരയും ഒരു സിലോപ്പിയും ഒരു വരാലും. ഇനി ഇതിനെ നമുക്ക് ബക്കറ്റിലേക്ക് ആക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി റെഡിയാക്കിയെടുക്കാം. അതിൻ്റെ ചെതുമ്പലും വേസ്റ്റും ഒക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മസാല ചേരുവയായി നമ്മൾ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പച്ചക്കുരുമുളക്, വെളുത്തുള്ളി, ഉപ്പ്, അതുപോലെ കുറച്ച് കരിവേപ്പില. ഇനി ആ വെളുത്തുള്ളിയും പച്ചക്കുരുമുളകും നമുക്ക് ഇടിച്ചൊന്ന് പേസ്റ്റാക്കി വെക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മസാല ഒന്ന് പുരട്ടിയെടുക്കാം. ഞാനിവിടെ ഇച്ചിരി എരിവ് കുറച്ചാണ് മസാലകളെല്ലാം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ആ ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിരിക്കുന്ന മീനുകളിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല പിടിക്കാനായി ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.